എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 നവംബറിൽ നടന്ന കേറ്ററ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ പാർട്ട് 1 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. എല്ലാ സുഹൃത്തുക്കളെയും ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചോദ്യം നമ്പർ 61. റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഏതാണ്? റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഏത്? അഗ്രികൾച്ചറൽ യൂസ് ഓഫ് വിച്ച് പെസ്റ്റിസൈഡ് ഈസ് ബാൻഡ് ഇൻ അമേരിക്ക ആസ് ആൻ ഇമ്പാക്ട് ഓഫ് ദി ബുക്ക് സൈലന്റ് സ്പ്രിംഗ് ബൈ റേച്ചൽ കാഴ്സൺ? എ. BHC, ബി. മാലത്തിയോൺ, സി. DDT, ഡി. എൻഡോസൾഫാൻ. ഉത്തരം സി ആണ്, DDT ആണ് റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി. 62. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് എ ഫിഷ്? സക്കർ ഫിഷ്, തിരണ്ടി, ചെമ്മീൻ, ആരൽ. ഉത്തരം സി ആണ്, ചെമ്മീൻ. സി ആണ് ഉത്തരം. 63. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ്? Which is the source of oxygen released during photosynthesis? A. ജലം, ബി. കാർബൺ ഡയോക്സൈഡ്, സി. സൾഫർ ഡയോക്സൈഡ്, ഡി. നൈട്രജൻ ഡയോക്സൈഡ്. ഉത്തരം എ ആണ്, ജലം അഥവാ വാട്ടർ. 64. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് എ അഡ്വൈസബിൾ ഇൻ ഫസ്റ്റ് എയ്ഡ്? എ. മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക, കൺട്രോൾ ബ്ലഡ് ലോസ് ഫ്രം വൂണ്ട്സ്. ബി. കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. സി. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക. ഡി. എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിന്റ് ഇടുക. ഉത്തരം സി ആണ്, പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക. അത് പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. സി ആണ് ചോദ്യത്തിന്റെ ഉത്തരം. 65. താഴോട്ട് പതിക്കുന്ന മഞ്ഞുതുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം എന്താണ്? താഴോട്ട് പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം എന്താണ്? എ. പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, ബി. വായുമർദ്ദം എയർ പ്രഷർ, സി. കൊഹിഷൻ ബലം അഥവാ കൊഹിഷൻ ഫോഴ്സ്, ഡി. അഡ്ഹിഷൻ ബലം അഥവാ അഡ്ഹിഷൻ ഫോഴ്സ്. ഉത്തരം ബി ആണ്, വായുമർദ്ദം അഥവാ എയർ പ്രഷർ. ബി ആണ് ഉത്തരം. 66. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാസ്ത്രരീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാസ്ത്രരീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏത്? ചൂസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റേജസ് ഇൻ സയന്റിഫിക് മെത്തേഡ്. എ. പരികൽപ്പന രൂപീകരിക്കുക, പ്രശ്നം അനുഭവപ്പെടുക, വിവരശേഖരണം, നിഗമനത്തിലെത്തുക. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, ഫീലിംഗ് പ്രോബ്ലം, ഡാറ്റ കളക്ഷൻ, ഡ്രോയിങ് ഇൻഫറൻസ്. ബി, സി, ഡി ഓപ്ഷനുകളിലും ഇതേ കാര്യം തന്നെ ക്രമം തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതിലാണ് ശരിയായ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം സി ആണ്. ആദ്യം പ്രശ്നം അനുഭവപ്പെടുക, അഥവാ ഫീലിംഗ് പ്രോബ്ലം ആണ് ഉണ്ടാവുക. പിന്നെ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് അഥവാ പരികൽപ്പന രൂപീകരിക്കുക.
പിന്നെ ഡാറ്റ കളക്ഷൻ അഥവാ വിവരശേഖരണം, അവസാനം ഡ്രോയിങ് ഇൻഫറൻസ് അഥവാ നിഗമനത്തിലെത്തുക. സി ആണ് ശരിയായ ക്രമം. അതുകൊണ്ട് സി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 67 EPA അഥവാ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി ആ EPA സ്റ്റാൻഡേർഡ് പ്രകാരം കുടിവെള്ളത്തിന് അനുവദനീയമായ pH പരിധി എത്രയാണ്? According to EPA standards, the acceptable pH range of drinking water is A 2.5 മുതൽ 5 വരെ, B 7.5 മുതൽ 9.5 വരെ, C 6.5 മുതൽ 8.5 വരെ, D 4 മുതൽ 6 വരെ. ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്. 6.5 മുതൽ 8.5 വരെ. സി ആണ് ഉത്തരം. 68 ബ്രാസ് ഏതിന്റെ എല്ലാം മിശ്രിതമാണ്? ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് എ കോപ്പർ സിങ്ക്, ബി ടിൻ ലെഡ്, സി അയൺ കാർബൺ, ഡി നിക്കൽ ക്രോമിയം. 68 ഉത്തരം എ ആണ്, കോപ്പർ സിങ്ക്. കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതമാണ് ബ്രാസ്. 69 താഴെ പറയുന്നവയിൽ കുട്ടികളുടെ പഠന പുരോഗതി രേഖയിൽ അഥവാ SEPയിൽ ഉള്ള രേഖപ്പെടുത്തലുകൾ. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ പഠന പുരോഗതി രേഖയിൽ അഥവാ SEPയിൽ ഉള്ള രേഖപ്പെടുത്തലുകൾ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ കണ്ടന്റ് ഓഫ് സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈൽ അഥവാ SEP. എ നിരന്തര വിലയിരുത്തൽ മാത്രം, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓൺലി. ബി ടേം വിലയിരുത്തൽ മാത്രം, ടേം ഇവാലുവേഷൻ ഓൺലി. സി സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ, ഇവാലുവേഷൻ ഓഫ് സോഷ്യോ ഇമോഷണൽ ഡൊമൈൻ. ഡി നിരന്തര വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ടേം ഇവാലുവേഷൻ, ഇവാലുവേഷൻ ഓഫ് സോഷ്യോ ഇമോഷണൽ ഡൊമൈൻ. ഇതിൽ കുട്ടിയുടെ പഠന പുരോഗതി രേഖ അഥവാ സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈലിൽ ഉള്ളത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ടേം ഇവാലുവേഷൻ, ഇവാലുവേഷൻ ഓഫ് സോഷ്യോ ഇമോഷണൽ ഡൊമൈൻ, ഇവ മൂന്നും അതിലുണ്ട്. അപ്പോൾ ഡി ആണ് ഉത്തരം. 70 കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക. ദ ട്രൈമന്ത്ലി മാഗസിൻ പബ്ലിഷ്ഡ് ബൈ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എ സൂചിമുഖി, ബി ഹോൺബിൽ, സി നേച്ചർ, ഡി ആരണ്യം. ഉത്തരം ഡി ആണ്, ആരണ്യം. 71 എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി? എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി? പെഡോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് എ മണ്ണ് അഥവാ സോയിൽ, ബി ജലം അഥവാ വാട്ടർ, സി പർവ്വതം അഥവാ മൗണ്ടെയിൻ, ഫോസിൽ, ഡി ഫോസിൽ. ഉത്തരം എ ആണ്, മണ്ണ് അഥവാ സോയിൽ. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. എ ആണ് ഉത്തരം. 72 വൈറസ് രോഗങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ചൂസ് ദ ഗ്രൂപ്പ് ഓഫ് വൈറൽ ഡിസീസസ്. എ കോളറ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്. ബി വസൂരി, ചിക്കൻ പോക്സ്, ജലദോഷം. സി മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി. ഡി കോളറ, എലിപ്പനി, ജലദോഷം. ഉത്തരം ബി ആണ്, വസൂരി, ചിക്കൻ പോക്സ്, ജലദോഷം. വസൂരി അഥവാ സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, ജലദോഷം അഥവാ കോമൺ കോൾഡ്. ഇതൊക്കെ വൈറസ് വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതുകൊണ്ട് ബി ആണ് ഉത്തരം. 73 അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുടെ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു?
അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുടെ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? Which component of atmosphere is indicated in the shaded area of the given graph? A. Nitrogen, B. Oxygen, C. Carbon dioxide, D. Hydrogen. ഉത്തരം ബി ആണ്, ഓക്സിജൻ. 74. പാഠാസൂത്രണത്തിലെ ഏത് ഭാഗമാണ് ടീച്ചറുടെ സ്വയം വിലയിരുത്തലിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? പാഠാസൂത്രണത്തിലെ ഏത് ഭാഗമാണ് ടീച്ചറുടെ സ്വയം വിലയിരുത്തലിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? Which part of teaching manual helps the teacher more in self evaluation? എ. പ്രാഥമിക വിവരങ്ങൾ അഥവാ ബേസിക് ഇൻഫർമേഷൻസ്, ബി. പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്ഷൻ നോട്ട്, സി. വിലയിരുത്തൽ പേജ് അഥവാ അസസ്മെന്റ് പേജ്, ഡി. പ്രക്രിയ പേജ് അഥവാ പ്രോസസ് പേജ്. ഉത്തരം ബി ആണ്, പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്ഷൻ നോട്ട്. ബി ആണ് ഉത്തരം. 75. പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം. പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ്? The most suitable strategy to study birds. എ. പ്രകൃതി നടത്തം അഥവാ നാച്ചുർ വാക്ക്, ബി. വീഡിയോ നിരീക്ഷണം അഥവാ വീഡിയോ വാച്ചിങ്, സി. പുസ്തക വായന അഥവാ ബുക്ക് റീഡിംഗ്, ഡി. ഗ്രൂപ്പ് ചർച്ച അഥവാ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഉത്തരം എ ആണ്, പ്രകൃതി നടത്തം അഥവാ നാച്ചുർ വാക്ക്. എ ആണ് ഉത്തരം. 76. യൂട്രോഫിക്കേഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ടത്. The term eutrophication is related to A. ജലമലിനീകരണം അഥവാ വാട്ടർ പൊല്യൂഷൻ, ബി. വായുമലിനീകരണം അഥവാ എയർ പൊല്യൂഷൻ, സി. മണ്ണ് മലിനീകരണം അഥവാ സോയിൽ പൊല്യൂഷൻ, ഡി. ശബ്ദമലിനീകരണം അഥവാ നോയിസ് പൊല്യൂഷൻ. ഉത്തരം എ ആണ്, ജലമലിനീകരണം അഥവാ വാട്ടർ പൊല്യൂഷൻ. എ ആണ് ഉത്തരം. 77. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? Which gas is used in vehicle as fuel? A. നൈട്രജൻ, ബി. ഹീലിയം, സി. ഹൈഡ്രജൻ, ഡി. ഓസോൺ. ഉത്തരം സി ആണ്, ഹൈഡ്രജൻ. സി ആണ് ഉത്തരം. 78. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണത്തിന് അയച്ച വാഹനം ഏതാണ്? ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണത്തിന് അയച്ച വാഹനം ഏതാണ്? എ. ഓർബിറ്റർ, ബി. GSLV Mk3, സി. പ്രഗ്യാൻ റോവർ, ഡി. വിക്രം ലാൻഡർ. ഉത്തരം സി ആണ്, പ്രഗ്യാൻ റോവർ. സി ആണ് ഉത്തരം. 79. താഴെ പറയുന്നവയിൽ വിഘാടകരുടെ ഗണത്തിൽ പെടുന്നത് ഏത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ ഡീകമ്പോസർ? എ. മണ്ണിര, ബി. റൊട്ടിപ്പൂപ്പ്, സി. പ്ലാസ്മോഡിയം, ഡി. യുഗ്ലീന. ഉത്തരം ബി ആണ്, റൊട്ടിപ്പൂപ്പ്. ബി ആണ് ഉത്തരം. 80. താപമേറിയ പ്രകാശപൂർണമായ വാതകങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്ന ഭീമാകാരമായ വസ്തു. ജൈജാന്റിക് ഒബ്ജക്ട്സ് ഫോംഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലുമിനസ് ഗ്യാസസ്. എ. ഗ്രഹം അഥവാ പ്ലാനറ്റ്, ബി. ഛിന്നഗ്രഹം അഥവാ ആസ്ട്രോയിഡ്, സി. ധൂമകേതു അഥവാ കോമറ്റ്, ഡി. നക്ഷത്രങ്ങൾ അഥവാ സ്റ്റാർസ്. ഉത്തരം ഡി ആണ്, നക്ഷത്രങ്ങൾ അഥവാ സ്റ്റാർസ്. 81. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ദ റെഡ് ഡാറ്റ ബുക്ക് ഈസ് പബ്ലിഷ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? എ. WWF, ബി. IUCN, സി. ISBN, ഡി. SPCA. ഉത്തരം ബി ആണ്,
IUCN. ബി ആണ് ഉത്തരം. 82. നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം. നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം. How many states and union territories are there in India now? ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഈ പരീക്ഷ നടന്ന കാലത്ത് അഥവാ 2019 നവംബറിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം ബി ആണ്. 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ബി ആണ് ഉത്തരം. പക്ഷേ ഇനി 2020 ജനുവരി 26 ശേഷം ആ ചോദ്യത്തിന് അങ്ങനെ ഉത്തരം എഴുതിയാൽ അത് തെറ്റായിരിക്കും. അഥവാ 2020 ജനുവരി 26 മുതൽ ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 9 നിന്ന് 8 ആയിട്ട് ചുരുങ്ങുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയു ഇവ രണ്ടും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു. എന്നാൽ 2020 ജനുവരി 26 മുതൽ ഇവ രണ്ടിനെയും ഒന്നാക്കുകയാണ്. അത് ഭരണ ചിലവുകളൊക്കെ ചുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവ വളരെ ചെറിയ പ്രദേശങ്ങളാണ്. അതിന് 2 ഭരണകൂടങ്ങളെ നിശ്ചയിക്കുമ്പോൾ അതിന് ഒരുപാട് ഭരണ ചിലവുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടിനെയും ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 9 എന്നത് 8 ആയി ചുരുങ്ങും. അങ്ങനെ ആവുമ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടാവുക. പക്ഷെ ഈ പരീക്ഷ നടന്നത് 2019 നവംബറിലായതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അന്നുണ്ടായിരുന്നത്. ഇനി 2020 ജനുവരി 26 മുതൽ അതിൽ മാറ്റം സംഭവിക്കുന്നു. 83. മണ്ണിന്റെ ജലാകിരണ ശേഷി കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന കുട്ടി മണ്ണ്, ജലം, പാത്രത്തിന്റെ വലിപ്പം എന്നിവ തുല്യമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഏത് പ്രക്രിയാശേഷിയുടെ വികാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? മണ്ണിന്റെ ജലാകിരണ ശേഷിയെ കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന കുട്ടി മണ്ണ്, ജലം, പാത്രത്തിന്റെ വലിപ്പം എന്നിവ തുല്യമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഏത് പ്രക്രിയാശേഷിയുടെ വികാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? A student who is engaged in an experiment to compare the water holding capacity of soil ensures that the quantity of soil, water and size of container are same. This indicates the development of which process style? A. ആശയവിനിമയം, communication. B. പരികൽപ്പന രൂപീകരണം, formulating hypothesis. C. ചരങ്ങളെ നിയന്ത്രിക്കൽ അഥവാ കൺട്രോളിംഗ് വാരിയബിൾസ്. ഡി. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, മാനിപ്പുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഉത്തരം സി ആണ്. ചരങ്ങളെ നിയന്ത്രിക്കൽ അഥവാ കൺട്രോളിംഗ് വാരിയബിൾസ്. സി ആണ് ഉത്തരം. 84. രക്തത്തെ ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്ന ധാതു ഘടകം. രക്തത്തെ ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്ന ധാതു ഘടകം. The mineral which helps blood in the transport of oxygen. A. Potassium. B. Iron. C. Magnesium. D. Sodium. ഉത്തരം ബി ആണ്. അയേൺ. ബി ആണ് ഉത്തരം. 85. ജനറേറ്ററിന്റെ സഹായമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ് ഏതാണ്? ജനറേറ്ററിന്റെ സഹായമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ് ഏതാണ്? എനർജി സോഴ്സ് ഫ്രം വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിതൗട്ട് ദി യൂസ് ഓഫ് ജനറേറ്റർ. എ. വാട്ടർ. ബി. തിരമാല അഥവാ ടൈഡ്. സി. അണുശക്തി അഥവാ ആറ്റോമിക്. ഡി. സൂര്യപ്രകാശം അഥവാ സൺലൈറ്റ്. ഡി ആണ് ഉത്തരം. സൂര്യപ്രകാശം അഥവാ സൺലൈറ്റ്. 86. ജീവികളുടെ വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം. ജീവികളുടെ വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം. ബാക്ടീരിയ ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ്? മോണിറ. ബി. പ്രോട്ടിസ്റ്റ. സി. ഫഞ്ചൈ. ഡി. അനിമേലിയ. ഉത്തരം
എ ആണ്, മോണിറ. മോണിറ എന്ന വർഗത്തിലാണ് ബാക്ടീരിയ ഉൾപ്പെടുന്നത്. എ ആണ് ഉത്തരം, മോണിറ. 87. താഴെ പറയുന്നവയിൽ ഡിജിറ്റൽ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏതാണ്? താഴെ പറയുന്നവയിൽ ഡിജിറ്റൽ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏത്? ഐഡന്റിഫൈ ദ ലേണിംഗ് കോണ്ടെക്സ്റ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു യൂസ് ഡിജിറ്റൽ റിസോഴ്സസ്. എ. വായുമർദ്ദം കണ്ടെത്താനുള്ള പരീക്ഷണം, എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് ഔട്ട് എയർ പ്രഷർ. ബി. ഇലകളിലെ സിരാവിന്യാസം താരതമ്യം ചെയ്യൽ, ഇലകളിലെ സിരാവിന്യാസം താരതമ്യം ചെയ്യൽ, കമ്പാരിസൺ ഓഫ് ടൈപ്സ് ഓഫ് വെനറേഷൻ. സി. മണ്ണിന്റെ pH പരിശോധന, ടെസ്റ്റിംഗ് ഓഫ് സോയിൽ pH. ഡി. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, ഫങ്ഷനിങ് ഓഫ് ലങ്സ്. ഉത്തരം ഡി ആണ്, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, ഫങ്ഷനിങ് ഓഫ് ലങ്സ്. ഡി ആണ് ഉത്തരം. 88. ശരിയായ ജോഡി ഏതാണ്? ചൂസ് ദ കറക്റ്റ് പെയർ. എ. മാർച്ച് 2 ലോക തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ് ലാൻഡ് ഡേ. ബി. മാർച്ച് 21 ലോക വനദിനം, വേൾഡ് ഫോറസ്റ്റ് ഡേ. മാർച്ച് 22 ലോക കാലാവസ്ഥാ ദിനം, വേൾഡ് ക്ലൈമറ്റ് ഡേ. ഡി. മാർച്ച് 23 ലോക ജലദിനം അഥവാ വേൾഡ് വാട്ടർ ഡേ. ഉത്തരം ബി ആണ്, മാർച്ച് 21 ലോക വനദിനം, വേൾഡ് ഫോറസ്റ്റ് ഡേ. അത് മാത്രമാണ് ശരിയായ ജോഡി. ബി ആണ് ഉത്തരം. 89. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന്റെ ഭാഗമായ സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധമില്ലാത്ത നൈപുണി ഏതാണ്? നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന്റെ ഭാഗമായ സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധമില്ലാത്ത നൈപുണി ഏതാണ്? സ്കിൽ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നോട്ട് റിലേറ്റഡ് ടു സോഷ്യോ ഇമോഷണൽ ഡൊമൈൻ. എ. ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ. ബി. പ്രശ്ന പരിഹരണ ശേഷി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. സി. സർഗാത്മക ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ്. ഡി. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, മാനിപ്പുലേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഉത്തരം ഡി ആണ്, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, മാനിപ്പുലേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഡി ആണ് ഉത്തരം. 90. റീസൺ ഫോർ കാറ്ററാക്ട്, തിമിരത്തിന് കാരണം. എ. സുതാര്യമായ ലെൻസ് അതാര്യമായി തീരുന്നു, ട്രാൻസ്പെറന്റ് ലെൻസ് ബിക്കം ഒപാക്. ബി. റെറ്റിനയിലെ അണുബാധ, ഇൻഫെക്ഷൻ ഇൻ റെറ്റിന. സി. കോർണിയക്കുണ്ടാകുന്ന അണുബാധ, ഇൻഫെക്ഷൻ ഇൻ കോർണിയ. ഡി. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു, ബ്ലോക്ക് ഇൻ റീ അബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. ഉത്തരം എ ആണ്, സുതാര്യമായ ലെൻസ് അതാര്യമായി തീരുന്നു, ട്രാൻസ്പെറന്റ് ലെൻസ് ബിക്കം ഒപാക്. എ ആണ് ഉത്തരം.